സമൂഹത്തിൽ സംഘർഷങ്ങൾ കൂടുന്നത് ഗൗരവമായി കാണണമെന്ന് മന്ത്രി എം പി രാജേഷ്. സമൂഹം എന്ന നിലയിൽ ആകെ നേരിടേണ്ട കാര്യം പ്രതിപക്ഷം ഭരണപക്ഷത്തെ ഒരുമിച്ച് നിന്ന് നേരിടേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിലൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നതാണ്. ഇത്തരമൊരു ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നത് ഉത്തരവാദിത്വമുള്ള ഒരു പ്രതിപക്ഷത്തിന് ചേർന്നതല്ല. എങ്ങനെയാണ് അത് പറയാൻ പറ്റുക? ഇന്ന് രാവിലെ കേരള എക്സൈസ് കൊടുത്ത ഇന്റലിജൻസ് ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരു അറസ്റ്റ് തമിഴ്നാട് പോലീസ് നടത്തി. നമ്മൾ കൊടുത്ത ഇന്റലിജൻസ് ഇൻപുട്ടാണ്. അതാ ഞാൻ കണക്കുകൾ നേരത്തെ പറഞ്ഞത്. 24,000 പേരെ കേരളത്തിൽ അറസ്റ്റ് ചെയ്തു. കേരളത്തെക്കാൾ എത്രയോ മടങ്ങ് ലഹരി ഉപഭോഗമുള്ള സംസ്ഥാനമാണ് പഞ്ചാബ്. 2024 അവിടെ ഇതിന്റെ 1/3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നടപടികൾ ശക്തമാണെന്നാണ് അത് കാണിക്കുന്നത്. 98% കേരളത്തിന്റെ ശിക്ഷാ നിരക്ക്. തെലങ്കാനയിലും ആന്ധ്രയിലും 25%, ഇവിടെ 92%. 25,000 കോടിയാണ് 2024 ഇന്ത്യയിലാകെ പിടിച്ച മയക്കുമരുന്നിന്റെ മൂല്യം. കേരളത്തിന്റെ സംഭാവന അതിൽ ഒരു 60 കോടിയാണ്. അപ്പോൾ കണക്ക് നിരത്തിയിട്ട് ഞാൻ പറയുമ്പോൾ അതിനർത്ഥം കേരളത്തിൽ ഇത് പ്രശ്നമല്ല എന്നല്ല. പക്ഷേ കേരളത്തിൽ സർക്കാർ കാര്യക്ഷമമായി എക്സൈസും പോലീസും ഇടപെട്ടതുകൊണ്ടാണ് നമുക്ക് ഇതിനെ ഈ നിലയിൽ നടന്നു നിർത്താൻ കഴിയുന്നത് എന്നതാണ്. പിന്നെ ഇതൊരു സാമൂഹികമായ പ്രശ്നമാണ് എന്നത് സാമാന്യമായ ബോധമുള്ള എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം. പോലീസും എക്സൈസും മാത്രം ചേർന്ന് തടയാൻ പറ്റുന്നതാണ്.